ശക്തമായ ഒരു കൂട്ടായ്മ തന്നെയാണ് നവത്രയിലെ കൃഷിയുടെ വിജയം. കാരണം സ്ത്രീകൾ തന്നെയാണ് ഇത്രയും ഏരിയ, അതായത് ഒരു 291 ഏക്കറോളം ഒറ്റ ഏരിയയിൽ മാത്രമായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ച് നമുക്ക് ആ കൃഷി രീതിയെ പറ്റി പറയുകയാണെങ്കിൽ മഴക്കാലത്തെ മാത്രം ആശ്രയിച്ചാണ് അവരുടെ കൃഷി. പോരാത്തതിന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയോര മേഖലയാണ്, വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ്. എന്നിട്ടും കൂടി ഇവർ ഈ ഒരു 4 അല്ലെങ്കിൽ 5 മാസം കൊണ്ട് ഒരു വർഷത്തേക്ക് വേണ്ട മാക്സിമം എന്താ പറയുക വരുമാനം അവർ ഉണ്ടാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സപ്പോർട്ടായിട്ട് കുടുംബശ്രീ മിഷൻ, അതായത് കൃത്യമായിട്ട് അവർ ഏരിയ ഇൻസെൻറ്റീവ്, അതേപോലെ തന്നെ വിളവെടുപ്പ് കഴിഞ്ഞോടുകൂടിയിട്ട് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് മാത്രമല്ല, കൃഷി ഇറക്കുന്നതിന് മുൻപായിട്ട് ബാങ്കിൽ നിന്നുള്ള വായ്പകൾ, അങ്ങനെ എന്താ പറയുക മറ്റെല്ലാ വകുപ്പുകളിൽ നിന്നുള്ള സേവനങ്ങളും നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ, അതായത് കർഷക സഹായ കേന്ദ്രം മുഖേന നമ്മൾ എല്ലാ മാസവും മാസ്റ്റർ ഫാമേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കണം. അതിലൂടെ ജില്ലാ മിഷനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് മാസ്റ്റർ ഫാമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റണം. ഇവരിലൂടെ നമ്മൾ JLG മീറ്റിംഗ് വിളിച്ച് എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് കൃത്യതയോടുകൂടി അല്ലെങ്കിൽ കൃത്യ സമയത്തിനുള്ളിൽ എല്ലാ JLG കർഷകരിലെയും എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരുടെ MKSPയുടെ പ്രവർത്തനം അവർ പറയുന്ന മാതിരി നിങ്ങളെ എത്രയൊക്കെ സഹായിച്ചിട്ടുണ്ട്? വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗ്രീഷ്മ ഞങ്ങളുടെ എല്ലാ മാസവും തന്നെ വന്നിട്ട് അവിടെ മീറ്റിങ്ങുകളിലും അതും ഈ മാസ്റ്റർ കർഷകരെ മാസത്തിൽ 2 തവണയെങ്കിലും അവരെ 2 or 3 തവണയെങ്കിലും അവരെ നിർബന്ധമായിട്ടും പഞ്ചായത്തിലേക്ക് വരുത്താറുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ജില്ലാ മിഷനിൽ അറിയിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഗ്രീഷ്മ വന്ന് അവിടെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ JLG ഗ്രൂപ്പുള്ള 7ാം വാർഡിൽ പോയിട്ട് അവിടെ എല്ലാ കൃഷിക്കാരും ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. വളരെ പതുക്കെയാണെങ്കിലും നല്ലൊരു വളർച്ചയാണ് ശരിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഏരിയ ഞാൻ ഇപ്പൊ തന്നെ വിചാരിക്കുന്നു, ഇത്രയും ഏരിയ നിങ്ങൾ എങ്ങനെയാണ് ഈ കൃഷി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നുള്ളത്. എനിക്കൊന്ന് ഇപ്പം ഈ പറഞ്ഞ ഗ്രൂപ്പിന് അതിനകത്ത് വലിയൊരു സ്ഥാനം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണം എന്നുള്ള ആ ഒരു ഇതിനകത്തേക്ക് പോകുന്നത് ഇതിന്റെ ഒരു വളർച്ചയ്ക്കും സുസ്ഥിരമായ ഒരു നിലനിൽപ്പിനും തീർച്ചയായിട്ടും സഹായിക്കും.